നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ കൂട്ടാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചെറു ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ചെറു ചൂട് പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം. ചെറു ചൂടായിട്ടുള്ളത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഈ ഒരു പഞ്ചസാര പാലിൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒരല്പം അലിഞ്ഞ് വരണം. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അല്പം അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഈസ്റ്റ് ഗ്രാനുവൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചോളൂ. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ 2 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. റിഫൈൻഡ് ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാല് മതിയാകില്ല ഈ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കുക. അതിനുശേഷം മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഏകദേശം 2-3 ടേബിൾ സ്പൂണോളം പാല് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറു ചൂടായിട്ടുള്ള പാൽ തന്നെ ചേർക്കുക. പാലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ചേർത്ത് ഈ കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു രീതിക്കാണ് കൂട്ട് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിനുശേഷം കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ പലകയിലോ കുറച്ച് എണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു കൂട്ട് നല്ല പോലെ തന്നെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നീഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമ്മളുടെ ആ ഒരു ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കൂട്ട് നമുക്കൊന്ന് ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ടക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. നേരത്തെ കൂട്ട് കുഴച്ചെടുത്ത ബൗളിലേക്ക് തന്നെ ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. 2 മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇതൊന്ന് ഡബിൾ സൈസായി കിട്ടണം. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ മാത്രമാണ് ഇപ്പം വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണക്ക മാറി സവാളയുടെ കളറ് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുന്നത് വരെയാണ് ഇത് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് നല്ല കനം കുറച്ച് അരിഞ്ഞതും കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം കനം കുറച്ച് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. എല്ലാം നീളത്തിലാണ് ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പച്ചക്കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരണം. ആ ഒരു സമയം വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പം നോക്കൂ, പച്ചക്കറിയൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 150 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വേവിച്ചതിന് ശേഷമുള്ള അളവാണ് 150 ഗ്രാം. ചിക്കൻ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കുക്കറിലാണ് ഞാനിപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. അത് വേവിച്ചെടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് പിച്ചിയെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഈ ഒരു പച്ചക്കറിയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിരുന്നു. ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അതിലാണ് മുഴുവൻ ഫ്ലേവറും ഉണ്ടാകുക. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതിപ്പോൾ കുക്കറിൽ വേവിക്കുന്നതാണെങ്കിൽ മാത്രമേ ഇങ്ങനെ വെള്ളം കിട്ടുള്ളൂ. പാനിലാണ് വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ആ ഒരു വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ച് വെക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അടച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു പച്ചക്കറിയുടെയും ആ ഒരു ചേർത്ത് കൊടുത്ത വെള്ളവും ഒക്കെ തന്നെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകാവുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ പിസ്സ സീസണിംഗ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ അവസാനം നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണം നമ്മളുടെ ഈ ഒരു ഫില്ലിംഗ് ഇരിക്കാൻ വേണ്ടിയിട്ട്.
ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കുന്നത്. കൂട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, കൂട്ട് നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഡബിൾ സൈസായി കിട്ടണം. ഒന്ന് നന്നായി പഞ്ച് ചെയ്ത് വീണ്ടും ഒന്ന് നീഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു കൂട്ട് 2ആയിട്ട് ഭാഗിച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു ഭാഗം എടുത്തിട്ട് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. പൊടിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ആ ഒരു എണ്ണയുടെ പറ്റിൽ തന്നെ നന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് വെക്കാൻ വേണ്ടി പോകുന്ന പ്ലേറ്റിൽ നല്ലപോലെ തന്നെ ഒന്ന് എണ്ണ തടവി കൊടുക്കുക. അതിനുശേഷം വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ ഇപ്പം നല്ലപോലെ തന്നെ ആറി വന്നിട്ടുണ്ട്. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മയണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മയണൈസും ടൊമാറ്റോ സോസും ഒന്നും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു ഫില്ലിങ് ഇരിക്കുക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫില്ലിംഗ് നമ്മൾ നേരത്തെ പരത്തി വെച്ചതിൻ്റെ മുകളിലേക്കായിട്ട് മുഴുവനായിട്ടും തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ലെയറായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അരികുകൾ കുറച്ച് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു അരികുകൾ ഒന്ന് കൈ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കുറച്ചൊന്ന് വലിച്ചെടുക്കാം. അതിനുശേഷം ആ ഒരു ബാക്കി വന്ന കൂട്ടില്ലേ അതും ഇതുപോലെ തന്നെ പരത്തിയെടുത്ത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അതിനാണ് നമ്മൾ ആ ഒരു കൂട്ട് 2ആയിട്ട് ഭാഗിച്ചെടുത്തിരിക്കുന്നത്. ആ ഒരു സെയിം അളവിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഈക്വലായിട്ട് തന്നെ ആ ഒരു കൂട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു കൂട്ടിൻ്റെ അരികുകളൊക്കെ ഒരല്പം വലിച്ച് താഴത്തെ കൂട്ടുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇത് പാനിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏത് പാനിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു പാൻ നല്ലപോലെ തന്നെ ആദ്യം ഒന്ന് ബട്ടറോ എണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു പാൻ ആദ്യം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ആ ഒരു എണ്ണയാക്കിയത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ആ ഒരു പാത്രത്തിൽ നിന്നും ഇത് ഊരി വീണുകൊള്ളും. ഇതിപ്പം നോക്കൂ, ഈ ഒരു പാകത്തിന് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത് ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു തവ നല്ലപോലെ ചൂടാക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പാത്രം അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. മൂടിയിൽ ഹോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 25 മിനിറ്റ് നേരത്തേക്ക് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അടിഭാഗം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ടും കൂടെ കൊടുക്കണം. ആ ഒരു സെയിം പാത്രത്തിലേക്ക് ഞാനിതൊന്ന് ആദ്യം മാറ്റിയിട്ടതിന് ശേഷം പാനിലേക്ക് വീണ്ടും ബട്ടറാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു പാത്രം ഇതിലേക്ക് കമിഴ്ച്ചു കൊടുത്താൽ മതി. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് നേരത്തേക്കും കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ആ ഒരു രണ്ടാമത്തെ ഭാഗം കൂടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നോളും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് നോക്കാം. ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ടോ നോക്കാം. ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 35 മിനിറ്റ് ആണ്. ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതുപോലൊരു തുണിയൊന്ന് ഇട്ട് കൊടുത്തോളൂ. ചൂടാറി വരുമ്പോഴാണ് ഇത് നല്ല ആ ഒരു പഞ്ഞി പോലത്തെ ടെക്സ്ചറിലേക്ക് വരുന്നത്. ചൂടായിട്ടിരിക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടൊക്കെ തോന്നും. പക്ഷേ ചൂടൊക്കെ ആറി വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ തന്നെ ഉണ്ടാകും. മുറിച്ചും കൂടെ ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബന്നും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവുന്നതാണ്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.